ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം ശ്ലോകം 47. 47 ശ്ലോകങ്ങളാണ് ഒന്നാം അധ്യായത്തിലുള്ളത്. ഈ 47ാമത്തെ ശ്ലോകം സഞ്ജയൻ പറയുകയാണ്. സഞ്ജയ ഉവാച ഏവമുക്താർജുന സംഖ്യേ രഥോപസ്ഥ ഉവാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഏവ മുക്താർജുനക സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, ഏവം ഇങ്ങനെ ഉക്ത്വാ പറഞ്ഞിട്ട് അർജുനഃ അർജുനൻ സംഖ്യേ യുദ്ധക്കളത്തിൽ സശരം അമ്പോടുകൂടിയ ചാപം വില്ല് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് രഥോപസ്ഥേ തേർത്തട്ടിൽ ശോകസംവിഘ്നമാനസഃ ദുഃഖാകുല ചിത്തനായി ഉപാവിശത് ഇരുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, അമ്പും വില്ലും എല്ലാം കളഞ്ഞിട്ട് ഭയങ്കര ദുഃഖമായിട്ട് തേർത്തട്ടിൽ ഇങ്ങനെ തളർന്ന് ഇരുന്നു എന്ന് പറയുകയാണ്. ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ തന്റെ രഥം നിർത്താൻ അർജുനൻ ആവശ്യപ്പെട്ടത് പടയണികളെ നോക്കിക്കാണാനായിരുന്നു. ഇരുപക്ഷത്തും യുദ്ധസന്നദ്ധരായി എത്തിയിട്ടുള്ള പടയാളികളെ കണ്ടിട്ട് പാർത്ഥൻ പരിഭ്രാന്തനും സന്തപ്തനുമായി തേർത്തട്ടിൽ അങ്ങനെ തളർന്നിരുന്നു. മൃദുലഹൃദയനും യുദ്ധഭീരുവുമായ അർജുനൻ പരമാത്മജ്ഞാനത്തിന് അർഹനാണെന്ന് ഇവിടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കാരുണ്യം, മാർജവം, അനുകമ്പ തുടങ്ങിയ ദൈവീ സമ്പത്തുകൾ കൂടിയും മമതാബോധത്തിന് അടിമപ്പെടുന്ന ധീരന്മാരെ ഭീരുക്കളും അകർമ്മണ്യരുമാക്കി ദുഷിപ്പിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഭഗവത്ഗീതയുടെ 1ാമത്തെ അധ്യായം തീരുകയാണ്. ഭഗവത്ഗീത ഈ ഒരു അധ്യായം കുറേ ആൾക്കാർ കേട്ടവരൊക്കെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കേൾക്കുന്നവര് ഒരു കമന്റ് ലൈക്കും കൂടി ഇടണേ. കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിതിങ്ങനെ പറഞ്ഞത് ആൾക്കാർ കേട്ടല്ലോ. ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ഭഗവാൻ ഒരുപാട് ഇഷ്ടാണ്. ഹരേ കൃഷ്ണ. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ.